അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ചോദ്യം എടുത്തിരിക്കുന്നത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഓസോണോളിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ആൻഡ് ചോദ്യം ഇതാണ്, ഓസോണോളിസിസ് മാത്രമല്ല, ആക്ച്വലി നമുക്ക് ഹൈഡ്രോ കാർബൺ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഹൈഡ്രോ കാർബണുമാണ് ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സുമാണ്. കാരണം ഹൈഡ്രോ കാർബണിൽ ഓസോണോളിസിസും വരുന്നുണ്ട്, ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ ആൽഡോൾ കണ്ടൻസേഷനും വരുന്നുണ്ട്. സോ അമൻ ഹാസ് ബീൻ ആസ്ക്ഡ് ടു സിന്തസൈസ് ദ ഫോളോയിങ് മോളിക്യൂൾ. ഈ ഒരു മോളിക്യൂളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. He thought of preparing the molecule using aldol condensation reaction. He found a few cyclic alkenes in his laboratory. He thought of performing ozonolysis first on alkene to produce dicarbonyl compounds, followed by aldol condensation to prepare the compound X. Predict the suitable alkene that can lead to the formation of X എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലൊരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. വളരെ സിമ്പിളായി നമുക്ക് ഇതിന് ആൻസറിലേക്ക് വരാൻ പറ്റും. ഇതിലൊരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. ഇതിലേത് ആൽക്കീനിനെ ഓസോണോളിസിസ് നടത്തിയാലാണ് നിങ്ങൾക്ക് കീറ്റോ ഗ്രൂപ്പ് കിട്ടുക? നല്ലോണം ആലോചിച്ച് നോക്കൂ. ഇവനെ ശരിയല്ലേ? ഇതൊരിക്കലും ആൽക്കീൻ, കീറ്റോൺ ആവൂല, ഇതും കീറ്റോൺ ആവൂല. അത് ആൽഡിഹൈഡുകളായിട്ടേ മാറുള്ളൂ. രണ്ട് ഭാഗവും ആൽഡിഹൈഡ് ആയിട്ടേ മാറുള്ളൂ. കാരണം ഇവിടെ ഓക്സിജൻ ആഡ് ചെയ്യുന്ന സമയത്ത് അത് CH3CO ആയിട്ട് മാറും. ഇവിടെ പക്ഷേ ഇതായിരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം സംഗതി എനിക്ക് അവിടെ കീറ്റോൺ കിട്ടുമെങ്കിലും ഇത് കംപ്ലീറ്റ് ആയി ബ്രേക്ക് ചെയ്ത് ഈ ഭാഗം എന്തായിട്ട് മാറും? ഫോർമാൽഡിഹൈഡ് ആയിട്ട് മാറും. അത് നമുക്ക് വേണ്ട, നമുക്ക് മൊത്തം കാർബണാറ്റവും വേണം. കാരണം 2, 5, 7 കാർബണാറ്റമുള്ള കോമ്പൗണ്ട് ആണ് ഫൈനലി വേണ്ടത്, സ്പ്ലിറ്റ് ആകരുത്. അപ്പൊ ഇതാണ് ആൻസർ എന്നുള്ള കാര്യം ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത് നമുക്ക് ചെയ്തു നോക്കുകയും ചെയ്യാം. അപ്പൊ സപ്പോസ് ഞാൻ ഇതിനെ ഓസോണോളിസിസ് നടത്തിയാൽ എനിക്ക് എന്താ കിട്ടുക? നോക്കൂ മക്കളെ, ഇവനെ ഞാൻ ഓസോണോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഇതായിരിക്കും എനിക്ക് ഇടുന്ന ഡൈകാർബണൈൽ കോമ്പൗണ്ട്. ഈ ഡൈകാർബണൈൽ കോമ്പൗണ്ടിൽ എന്ത് സംഭവിക്കും? നമ്മളിവനെ ആൽക്കലിയുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ആൽഫ കാർബണിൽ നിന്ന് H റിമൂവ് ആകുകയും എന്നിട്ട് അതൊരു കാർബാനിയോൺ ഫോമിലേക്ക് മാറുകയും ചെയ്യും. CHO, C double bonded O, there is a negative charge. ഈ കാണിച്ചിരിക്കുന്ന കാർബണൈൽ കാർബൺ ഈ കാണിച്ചിരിക്കുന്ന നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ആൽഫ ഹൈഡ്രജൻ റിമൂവ് ആയിട്ടുള്ള കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യുകയും അതിന് 5 കാർബൺ ആറ്റം വരുന്ന 1, 2, 3, 4, 5 കാർബൺ ആറ്റം വരുന്ന റിംഗ് ആയിട്ട് മാറുകയും ചെയ്യും. ശരിയല്ലേ? 5 കാർബൺ ആറ്റമുള്ള റിംഗ് ആയിട്ട് മാറും. 5 കാർബൺ ആറ്റമുള്ള റിംഗ് ആയിട്ട് മാറുന്ന സമയത്ത് ഇവിടെ ഡബിൾ ബോണ്ട് വരും. ക്ലിയർ അല്ല? കാരണം ഹീറ്റിംഗ് കൂടി നടക്കുന്നുണ്ടോ? നമ്മൾ ഹീറ്റിംഗ് കൂടി നടക്കുന്നുണ്ട്. ആൽഡോൾ കണ്ടൻസേഷന്റെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടത്. ഹീറ്റിംഗ് കൂടി നടക്കുന്നുണ്ട്. ഇത് C double bonded O CH3 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഈ ഒരു ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ 1 നിന്നാണെന്ന് നമുക്ക് അങ്ങനെയും ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്തു നോക്കാതെ തന്നെ ആൻസറിലേക്ക് വരാൻ കഴിയും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.